സച്ചു ചേച്ചിയെയും അവരുടെ പ്രണയത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ സിദ്ധുവേട്ടനിൽ നിന്നും നേരിട്ടത് ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്നു. ഇപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് അങ്ങനെ നടന്നതുകൊണ്ടല്ലേ തനിക്ക് ഇന്നിതെല്ലാം അറിയാൻ കഴിഞ്ഞതും അവർക്കൊന്നിക്കാനുള്ള അവരുടെ മുന്നിലെ തടസ്സം നീങ്ങിക്കിട്ടിയതും. ഇനി തൻ്റെ പ്രാണൻ കൊടുത്തും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. അവർക്കൊന്നിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്നത് ഇതാണെങ്കിൽ. ചിന്തകൾ കാട് കയറി തുടങ്ങിയതും വാതിൽ തുറക്കുന്ന ശബ്ദം അവളുടെ കാതിൽ പതിച്ചു. പൊടുന്നനെ അവൾ കണ്ണുകൾ അടച്ചു. സിദ്ധു ആയിരിക്കും. വർക്കെല്ലാം കഴിഞ്ഞ് മുകളിലെ മുറിയിൽ നിന്നും കിടക്കാനായി വരുന്നതാകും. അവൻ മുറിയിലേക്ക് കയറിയതും വാതിലടച്ച് കുറ്റിയിടുന്നതുമെല്ലാം വൈക അറിയുന്നുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ തുറന്നില്ല. സിദ്ധു വാതിൽ കുറ്റിയിട്ട് തിരിഞ്ഞു ബെഡിൽ കിടക്കുന്ന വൈകയെ നോക്കി. ബെഡ് ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖത്തിനൊരു പ്രത്യേക തിളക്കമുള്ളതുപോലെ അവന് തോന്നി. അവൻ അവൾക്കരികിലേക്ക് നടന്ന് ബെഡിൽ അവൾക്കരികിൽ ഇരിപ്പുറപ്പിച്ചു. സിദ്ധു അരികിൽ വന്നിരുന്നതും തന്നെ നോക്കുന്നതും എല്ലാം അവൾ അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അവന്റെ അടുത്ത നീക്കം എന്താണെന്നറിയാൻ അവൾ ഉറക്കം നടിച്ചു കിടന്നു. സിദ്ധുവിന്റെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്നും അവളുടെ ഉദരത്തിലേക്ക് നീണ്ടു. അവിടെയൊന്ന് മൃദുവായി തലോടാൻ, ഒരു സ്നേഹ ചുംബനം നൽകാൻ, അവരുടെ ചലനങ്ങൾ അറിയാൻ വല്ലാത്ത കൊതി തോന്നി. പക്ഷെ തൻ്റെ പ്രവൃത്തി കൊണ്ട് വൈകിയുടെ ഉറക്കം നഷ്ടപ്പെട്ടാൽ അതിനേക്കാളൊക്കെ താൻ വീണ്ടും മോശപ്പെട്ടവനായി അവൾ ചിത്രീകരിച്ചാൽ തനിക്ക് സഹിക്കാൻ കഴിയില്ല. അവന്റെ നോട്ടം വീണ്ടും വൈകിയുടെ മുഖത്തേക്കായി. അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. അവളുടെ നിശ്വാസത്തിൽ അവൾ ഗാഠമായ നിദ്രയിലാണെന്ന് തോന്നിയതും അവൻ താൻ വേണ്ടെന്ന് മാറ്റിവെച്ച കാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കാരണം അത്രയ്ക്കും കൊതി തോന്നുന്നുണ്ട്. വൈക അറിയാനൊന്നും പോകുന്നില്ല. ക്ഷീണം കൊണ്ട് അവൾ നല്ല ഉറക്കമായിരിക്കുമെന്ന് തന്നെ അവൻ കരുതി. അവൻ നേരെ ഇരുന്നു കൊണ്ട് തൻ്റെ വലത് കൈ അവളുടെ ഉദരത്തിൽ പതിയെ അമർത്തി. കൈകൾ വിറയ്ക്കുന്നുണ്ട്. എങ്കിലും അവൻ കൈയെടുക്കാൻ തുനിഞ്ഞില്ല. അവൻ കുറച്ചുനേരം അങ്ങനെ തന്നെ വെച്ചു. അവന്റെ സ്പർശനത്തിൽ അവളുടെ ഉടലാകെ വിറകൊള്ളുന്നുണ്ട്. എങ്കിലും അവളത് പുറത്തു കാണിക്കാതെ പിടിച്ചു വെച്ച് കിടന്നു. സിദ്ധു പതിയെ അവളുടെ ഉദരത്തിലേക്ക് മുഖം അടുപ്പിച്ചു. പപ്പയുടെ മക്കൾ എന്തെടുക്കുക? ഉറങ്ങാണോ? അവൻ പുഞ്ചിരിയോടെ ഉദരത്തിൽ മുഖം ചേർത്ത് ചോദിച്ചു. ഈ കുഞ്ഞുദരത്തിൽ രണ്ടുപേർക്ക് കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ? അവൻ മനസ്സിൽ ചിന്തിച്ചു. മമ്മയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ കിടക്കണേ, പാവമല്ലേ മമ്മ? അവൻ കൊഞ്ചിക്കും പോലെ പറഞ്ഞതും അവന്റെ സംസാരത്തിൽ വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തെന്നില്ലാത്തൊരു നോവ് അവളിൽ നിറഞ്ഞു. നിങ്ങളുടെ മമ്മ പപ്പയോട് പിണക്ക. ഇങ്ങനൊക്കെ ഇരുട്ടത്ത് മമ്മ ഉറങ്ങിയ സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ഇനി നാളെ മമ്മ ഉറങ്ങിയെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഇപ്പൊ പപ്പയുടെ മക്കൾ ഉറങ്ങിക്കോ. ആ നോവിനിടയിലും അവന്റെ സംസാരത്തിൽ വൈകിയിൽ പുഞ്ചിരി വിരിഞ്ഞു. പപ്പയുടെ ചക്കര കുട്ടികൾക്ക് ഉമ്മ. അവൻ എഴുന്നേൽക്കാൻ ഒരുങ്ങും നേരം അവളുടെ ഉദരത്തിൽ അമർത്തി ചുംബിച്ചു. അവന്റെയും കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അവൻ മുഖമമർത്തി തുടച്ചുകൊണ്ട് അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റു. പൊടുന്നനെ അവൻ കുനിഞ്ഞുകൊണ്ട് വൈകിയുടെ മൂർധാവിൽ തന്റെ അധരങ്ങൾ അമർത്തി ചുംബിച്ചു. തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് നൽകുന്ന ആദ്യ ചുംബനം. അവന്റെ മനസ്സ് നിറഞ്ഞു. അവൻ തിരിഞ്ഞു മറുവശത്തേക്ക് നടന്നതും വൈകയുടെ ഇരു കൺകോണിലൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകി. വൈക പതുക്കെ സോഫയിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും സിദ്ധു ഓടി വന്നുകൊണ്ട് അവളെ പിടിച്ചു. വൈകി അവനെ താങ്ങിക്കൊണ്ട് പതിയെ എഴുന്നേറ്റു. ഇപ്പോൾ 2 മാസമായിട്ടുണ്ട്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ് എടുക്കണം. അന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന് ട്വിൻസ് ആണെന്നും കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞപ്പോൾ തൊട്ട് സീതാമ്മ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ സമ്മതിക്കാറില്ല. അതേപോലെ തന്നെ സിദ്ധുവും എപ്പോഴും കൂടെ ചേച്ചിയെയും നിർത്തും. ആദ്യമൊക്കെ സിദ്ധു എഴുന്നേൽക്കാൻ സഹായിക്കുന്നതിലും വൊമിറ്റ് ചെയ്യുമ്പോൾ പുറം ഒഴിഞ്ഞു തിരുന്നതിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതൊന്നും കാണിക്കാറില്ല. അവൻ്റെ കുഞ്ഞുങ്ങളാണ് തൻ്റെ വയറ്റിൽ. അതുകൊണ്ട് തന്നെ അവൻ അത്രത്തോളം കെയർ ആയിരിക്കുമെന്ന് അവൾക്കറിയാം. പിന്നെ അവനും അറിയട്ടെ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഓരോ പെണ്ണും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതെന്ന്. മുറിയിലേക്കാണോ? അവളെ പിടിച്ചുകൊണ്ട് സിദ്ധു ചോദിച്ചു. അവൾ അല്ലെന്ന പോലെ തലയനക്കി. പിന്നെ അവൻ ചോദ്യരൂപേണ അവളെ നോക്കി. ഗാർഡനിലേക്ക് പ്ലീസ്. അകത്ത് തന്നെ എന്നിട്ട് വീർപ്പ് കൂട്ടുക, അവൾ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. അതൊന്നും വേണ്ട, സ്റ്റെപ്പൊക്കെ ഇറങ്ങി കുറച്ച് നടക്കണം, വേണമെങ്കിൽ സിറ്റ് ഔട്ട് ഇരുത്താം. അവൻ അവളെ നിരാശപ്പെടുത്തി. വൈക അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അമ്മ പ്ലീസ്, കുറച്ചു നേരം എന്നെ ഒന്ന് അവിടെ എത്താൻ പറ. സിദ്ധു സമ്മതിക്കുന്നില്ലെന്ന് കണ്ടതും അവൾ സീതാമ്മയോട് കെഞ്ചി. സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് സിദ്ധു നിന്നെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തും. അവിടെ നിന്നും ഇങ്ങോട്ടും അതുപോലെ കൊണ്ടുവരും. അതൊന്നും വേണ്ട, സീതാമ്മ ഒരു ഭയം പോലെ പറഞ്ഞതും വൈക ഒറ്റയടിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാ ഇതും പറ്റില്ല, ഇവിടെ ഇരുന്നോ, എന്നിട്ട് ജനൽ തുറന്ന് പുറത്തെ ഗാർഡനിലേക്ക് നോക്കിയിരുന്നോ, സീതാമ്മ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മേ,
വൈഗ ചുണ്ടു ചുളുക്കി സീതാമ്മയെ നോക്കി. ഇതെല്ലാം കേട്ട് സിദ്ധു ചിരി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. വൈഗ, ഈ സമയം വാശി വേണ്ട. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി. ഭൂമിയിലേക്ക് നീയെന്നൊരാളെ ആശ്രയിച്ചുകൊണ്ട് പിറവിയെടുക്കാൻ പോകുന്നവരാണ്. അവരെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. നിനക്ക് ഗാർഡനിലേക്ക് പോകണമെങ്കിൽ സിദ്ധു കൊണ്ടുപോകും, അല്ലെ പോകണ്ട. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. തീർപ്പ് പോലെ സീതാമ്മ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. പോകണോ? സിദ്ധു കൂടെ ചോദിച്ചതും അവൾ വേണമെന്ന പോലെ തലയാട്ടി. അത്രയ്ക്കും അതിനുള്ളിൽ ഇരുന്ന് വീർപ്പ് മുട്ടി തുടങ്ങിയിട്ടുണ്ട്. സിദ്ധു ഇരു കൈകളിലുമായി അവളെ കോരിയെടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ഇപ്പോൾ പ്രണയമെന്നത് സിദ്ധുവിനോട് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ തൊടുമ്പോഴോ അടുത്തേക്ക് വരുമ്പോഴോ പ്രത്യേക വികാരമൊന്നും തോന്നാറില്ല. എന്താ പറയാ, ഒരു സാധാരണ സംഭവം പോലെ. സിദ്ധു വൈകിയ ശ്രദ്ധയോടെ തന്നെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബെഞ്ചിലേക്ക് ഇരുത്തി. അവൾ ദിവസങ്ങൾക്ക് ശേഷമുള്ള ആ മനോഹരമായ സായാഹ്നം കൺകുളിർക്ക കണ്ടു. സീതാമ്മയോടൊപ്പം രാവിലെയും വൈകുന്നേരവും ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു നടത്തം പതിവായിരുന്നു. ഇതെല്ലാം ശരിക്ക് തനിക്കും മിസ് ചെയ്തിരുന്നു. സിദ്ധു അവളുടെ അരികിൽ ഇരുന്നില്ല. ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി. സിദ്ധുവേട്ടനിരിക്കെ. അവൻ നിൽക്കുന്നത് കണ്ടതും അവൾ തൊട്ടപ്പുറേ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, തനിക്കായിരുന്നില്ലേ പുറത്തേക്കിറങ്ങണമെന്ന് നിർബന്ധം, താനിരിക്കും. അവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു. എനിക്ക് വേണ്ടിയല്ല, സിദ്ധുവേൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കണേ. അവൾ ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞു. സിദ്ധു അവളെ ഒന്ന് അമർത്തി നോക്കി അവളുടെ അരികിലിരുന്നു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അവസാനം വൈകി തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. സച്ചു ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണല്ലേ സിദ്ധുവേട്ടന്? അവൾ എങ്ങോ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവനൊന്ന് മൂളിയതേയുള്ളൂ. പരസ്പരം പ്രണയിക്കുന്നവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരു കുഞ്ഞിൻ്റെ ആവശ്യമുണ്ടോ? മരിക്കുവോളം സ്നേഹം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതായിരുന്നില്ലേ നല്ലത്? മനസ്സിൽ മുന്നേ കൂട്ടി അവനോട് ചോദിക്കണമെന്ന് കരുതി മാറ്റിവെച്ച ചോദ്യം അവൾ ചോദിച്ചു. അങ്ങനെ മതിയാകുമായിരുന്നു. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും പോസിബിൾ അല്ലെന്നാണ് അവളുടെ വാദം. മുന്നോട്ട് ജീവിച്ചു തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് സംസാരങ്ങളുണ്ടാവും. പിന്നീട് അത് തർക്കങ്ങളായി മാറും. ജീവിതം ആർക്കോ വേണ്ടിയെന്ന പോലെ ജീവിച്ചു തുടങ്ങും. പ്രണയം നഷ്ടപ്പെടും. അങ്ങനെ പല കാരണങ്ങൾ. അവൻ നിർവികാരതയോടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു സരോഗസിയല്ലേ ഇതിലും നല്ല ഓപ്ഷൻ? അവൾ തൻ്റെ സംശയം തുറന്നു ചോദിച്ചു. അത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. പക്ഷെ അന്നത്തെ ആക്സിഡൻറ്റിൽ സച്ചുവിൻ്റെ യൂട്രസ് കൂടെ റിമൂവ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് പോസിബിൾ അല്ലല്ലോ. അത് വൈകിക്ക് പുതിയ അറിവായിരുന്നു. അവൾക്ക് ഇരുവരുടെയും അവസ്ഥയിൽ സങ്കടം ഇരട്ടിച്ചു. അവളുടെ നിർബന്ധമായിരുന്നു ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ എനിക്ക് ബയോളജിക്കലി ഒരു കുഞ്ഞു വേണമെന്ന്. എന്നാലേ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാകൂ. പക്ഷേ എനിക്കറിയാം, അവൾ തൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കെട്ടിയാലും ഞാനുമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. അവൻ്റെ ആ വാക്കിൽ വൈഗ നന്നായി ഞെട്ടി. കാരണം അവൻ സച്ചുവിനെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവൻ്റെ വാക്കിൽ നിന്നും അവൾക്ക് മനസ്സിലായി. വൈകിക്കറിയോ, ഞാൻ അവളെന്ന പ്രണയത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് കഴിയില്ലടോ. തന്നോട് കൂടുതലെടുത്തപ്പോൾ എന്നിലൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും സച്ചുവിനെ മറക്കാൻ ശ്രമിച്ചിട്ടില്ല. സച്ചു ശരിക്കും മിഥുനെ പോലെ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ആദ്യം തുറന്നു പറഞ്ഞതും അവളാണ്. ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെയും തന്ന ഇവർ രണ്ടുപേരെയും സച്ചു ചേച്ചിയും വെച്ച് ഒരുപോലെ മാനേജ് ചെയ്ത് സിദ്ധുവേട്ടന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? വൈഗ ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളും ഞാൻ തരണം ചെയ്യും. അതിനുള്ള ഒരേ ഒരു കാരണം എനിക്ക് അവളോടുള്ള പ്രണയമാണ്. അവളുടെ പ്രണയവും അവളോടൊപ്പമുള്ള ജീവിതവും നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. ദൃഢമായ സ്വരത്തിൽ സിദ്ധു പറഞ്ഞതും വൈകിയുടെ മുഖത്തും പുഞ്ചിരി തെളിഞ്ഞു. കാരണം ഇപ്പോൾ ആരെക്കാളും കൂടുതൽ അവരൊന്നിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് വൈകിയാണ്. അമ്മയും കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിലും റെസ്റ്റ് മുടക്കരുത്. എത്രത്തോളം റെസ്റ്റ് ശരീരത്തിന് കിട്ടുന്നോ അത്രയും കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിരിക്കും. ലീന സ്കാനിംഗ് റിപ്പോർട്ട് നോക്കി മുന്നിലിരിക്കുന്ന വൈകിയോടും സിദ്ധുവിനോടും പുഞ്ചിരിയോടെ പറഞ്ഞു. അല്ല ഡോക്ടർ, നമ്മുടെ ശരീരത്തിനപ്പോൾ വ്യായാമം വേണ്ടേ? എന്നാലേ പ്രസവം എളുപ്പമാകൂ? വൈഗ തൻ്റെ സംശയം തുറന്നു ചോദിച്ചു. അതേലോ, അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് സിംഗിൾ ബേബിയുള്ള ഡെലിവറിയിൽ മാത്രമേ നടക്കൂ. ഇത് ട്വിൻസ് ആയതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. ഒന്നാമതേ
കുഞ്ഞുങ്ങൾക്ക് ഒരു 36 ആഴ്ചയെങ്കിലും കിട്ടിയാലേ നമുക്ക് NICയിൽ കിടക്കാതെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കുറവാണെങ്കിൽ എന്തായാലും അങ്ങനെ ചെയ്യേണ്ടി വരും. ബേബീസിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഗർഭപാത്രത്തിൻ്റെ അറയുടെ വലിപ്പം കൂടി പ്രസവം നേരത്തെയാക്കാൻ സാധ്യതയുണ്ട്. ഒരു 30 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ എപ്പോൾ വേണേലും പ്രസവം പ്രതീക്ഷിക്കാം. ഇപ്പോഴേ ശരീരത്തിന് അധികം സ്ട്രെസ്സ് കൊടുക്കാതിരുന്നാൽ നമുക്കതൊരു 34 6 ഒക്കെ ആവും. അതല്ലേ നല്ലത്. ഡോക്ടർ വിശദീകരിച്ച് അത്രയൊക്കെ പറഞ്ഞതും ഇരുവരും മനസ്സിലായതുപോലെ തലയനക്കി. ഇതിപ്പോൾ വൈകിക്ക് 3ാമത്തെ സ്കാനിങ് ആണ്. ഇപ്പോൾ 4 മാസം ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോയതെന്ന് അവൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ കുഞ്ഞുവയറൊക്കെ ഇത്തിരി വലിപ്പം വെച്ചിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവൾക്ക് ഈ കഴിഞ്ഞ ദിവസം അത്രയും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഇരുവരും ഇറങ്ങി. സിദ്ധുവിൻ്റെ കൈപിടിച്ച് പതിയെയാണ് അവളുടെ നടത്തം. ഇപ്പോൾ സിദ്ധു ഓഫീസിൽ പോലും പോകാതെ എല്ലാം മിഥുനെ പറഞ്ഞൊൽപ്പിച്ച് വൈകിയോടൊപ്പം വീട്ടിൽ തന്നെ ഇരിപ്പാണ്. എന്തോ അവളും കുഞ്ഞുങ്ങളുമായുള്ള ഓരോ നിമിഷങ്ങളും താൻ കൂടെ ഒപ്പം വേണമെന്ന് അവൻ്റെ തോന്നി. വിശക്കുന്നുണ്ടോ? ഞാൻ പോയി ജ്യൂസ് എന്തെങ്കിലും വാങ്ങി വരാം. അവനൊപ്പം നടക്കുന്ന വൈകിയോട് ചോദിച്ചതും അവൾ നടത്തം നിർത്തി. ജ്യൂസ് വേണ്ട, പക്ഷേ മസാല ദോശ വേണം. അവൾ കണ്ണുകൾ വിടർത്തി പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ്റെ മുഖം കൗതുകത്തോടെ വിടർന്നു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതു മുതൽ ഇന്ന് വരെ ഒന്നും വേണമെന്ന് അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഇനി താൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുത്താലോ അത് കഴിച്ച് മുഴുവൻ വൊമിറ്റ് ചെയ്ത് കളയും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊരു സാധനം വേണമെന്ന് പറയുന്നത്. വാ, ഇവിടുത്തെ ക്യാൻറ്റീനിലെ മസാല ദോശ ഭയങ്കര ടേസ്റ്റാ. അവൻ സന്തോഷത്തോടെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു. വൈകിക്ക് ഇപ്പോൾ തന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചാണ് അവളെയും കൊണ്ട് ഓരോ അടിയും നടക്കുന്നത്. അവസാനം ക്യാൻറ്റീനിലെത്തിയതും അധികം ആളില്ലാത്തൊരിടം നോക്കി അവൻ വൈകിയുമായി ഇരുന്നു. 2 മസാല ദോശയ്ക്കും ഒരു ഫ്രഷ് ജ്യൂസിനും ഒരു ചായയ്ക്കും ഓർഡർ കൊടുത്തുകൊണ്ട് അവർ ഇരുവരും അവിടെ ഇരുന്നു. എന്തേ ഇപ്പം ഇങ്ങനൊരു കൊതി? സിദ്ധു അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ നോക്കി. ഒന്നുമില്ല, വൊമിറ്റ് ചെയ്യില്ല, കഴിക്കണമെന്ന് തോന്നി. അവളുടെ മുഖത്തും പുഞ്ചിരി തെളിഞ്ഞു.